എപ്പോഴാ ശ്വാസം ഒന്ന് നേരെ വീണത്? മറയൂർ കാട്ടിലെ പുലിമടയിൽ ചെന്നൊരവസ്ഥയായി. മനസ്സിനിണങ്ങിയ ഒരു ഭാര്യയെ കണ്ടുപിടിക്കുന്നത് അത്ര നിസ്സാരമാണെന്നാണോ നീക്കെ കരുതിയിരിക്കുന്നത്? തീപ്പെട്ടി പടം കൊണ്ട് ഗെയിം കളിക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക, എന്നിട്ട് ഒന്നിനെ എടുത്ത് കളയുക, മറ്റേത് സെലക്ട് ചെയ്യുക. ആ ഫോട്ടോയിലേക്കൊന്ന് നോക്കിയത് പോലുമില്ല. മസാലയുടെ സ്മെല്ല് നോക്കി ഭക്ഷണത്തിന്റെ ഗുണം മനസ്സിലാക്കാം. പക്ഷെ അതുപോലെ നിസ്സാരമല്ല ഒരു ഭാര്യയെ കണ്ടുപിടിക്കുന്നത്. വേണ്ടുന്നത് എടുത്ത് കളയും, വേണ്ടാത്തത് തെരഞ്ഞെടുക്കുകയും ചെയ്യും. അതാ ഇപ്പൊ ഇവിടെ സംഭവിച്ചത്. ഈ DK ഇത് ഏത് ലോകത്തെ ജീവിക്കുന്നു? മതി. നമുക്ക് ഈ സംസാരം ഇവിടെ വെച്ച് നിർത്താം. അതാ എല്ലാവർക്കും നല്ലത്. നമ്മൾ പറഞ്ഞതാണോ കുറ്റം? DK കാണിച്ചത് കണ്ട് ആരും പറയും ഒരുമാതിരി ഭ്രാന്തം പണിയാണെന്ന്. സത്യത്തിൽ DK അല്ല, നിങ്ങളെ രണ്ടുപേരെ കുറ്റം പറയേണ്ടത്. മനസ്സിലായില്ലേ? DK ഈ ചെയ്തതിന് നിങ്ങളെ രണ്ടുപേരും മാത്രമാണ് ഉത്തരവാദികളെന്ന് ഞാൻ പറയും. ഞങ്ങളോ? ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തത്? DK ഇങ്ങനെ ഒരു സെലക്ഷൻ നടത്തുമെന്ന് നമ്മൾ ആരെങ്കിലും വിചാരിച്ചോ? നീ എന്തിനാ ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നത്? അതിനുള്ള കാരണം നിങ്ങൾ തന്നെ ഉണ്ടാക്കിയതുകൊണ്ട്. സിതാരയുടെ ഫോട്ടോ മാത്രമാണ് DK കാണിച്ചിരുന്നതെങ്കിൽ DK അവളെ തന്നെ സെലക്ട് ചെയ്യായിരുന്നല്ലോ. അതിനു പകരം നിങ്ങൾ എന്താ കാണിച്ചേ? വേറൊരുത്തിയെ കൂടെ സെലക്ട് ചെയ്തു. എന്നിട്ട് ഇപ്പതേ സംഗതി ഇങ്ങനെയായി. ഒരു കാര്യം ഞാൻ പറയാം, ഇപ്പോഴും ലേറ്റ് ആയിട്ടൊന്നുമില്ല. തിരുത്താൻ ഇനി വേണേലും സമയമുണ്ട്. താരേച്ച എന്താ ഉദ്ദേശിക്കുന്നത്? ഇതിനകത്ത് നീ എന്ത് തിരുത്തൽ നടത്തണോന്നാ താരെ നീ പറയുന്നത്? സിതാര തന്നെ ഈ വീട്ടിലെ മരുമകളായി വരണം. സെലക്ട് ചെയ്ത ഫോട്ടോയിലെ ആളാരാന്ന് ഇപ്പോഴും DKക്ക് അറിയില്ല. അതുകൊണ്ട് വേറൊന്നുമില്ല, DK സെലക്ട് ചെയ്തത് സിതാരയാന്ന് നമ്മൾ അങ്ങ് പറയണം. ഇപ്പോഴാണെങ്കിൽ എല്ലാവരും അത് വിശ്വസിക്കുകയും ചെയ്യും. നോ, അത് നടക്കില്ല. ഫോട്ടോ കണ്ടാലും കണ്ടില്ലെങ്കിലും DK ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു. അത് തിരുത്താൻ നമുക്കെന്താ അധികാരം? DK തിരഞ്ഞെടുത്തത് മാറ്റിവെച്ചിട്ട് നീ പറഞ്ഞതുപോലെ ചെയ്താൽ അത് നമ്മൾ DK ചതിക്കുന്നതിന് തുല്യമാണ്. അത് പോട്ടെ, നാളെ എന്നെങ്കിലും ഒരു ദിവസം DK ഈ സത്യം തിരിച്ചറിഞ്ഞാൽ അന്ന് ഈ വീടിന് പുറത്തായിരിക്കും നമ്മുടെയൊക്കെ സ്ഥാനം. സ്വന്തം സ്വാർത്ഥതയ്ക്കിടയിൽ ഒന്ന് നീ മറന്നുപോയി. DK തീരുമാനിച്ചത് സുപ്രിയാന്റിയുടെ ആഗ്രഹമാണ്. അത് നടന്നേ തീരൂ. ഇതിപ്പോ പണ്ടെങ്ങാണ്ട് ഒരു രാജാവ് ഉടവാളെന്നെ കല്യാണം കഴിച്ച കഥ പറഞ്ഞ പോലായി. വെട്ടിയാലും മുറിയും, കെട്ടിപ്പിടിച്ചാലും മുറിയും. ഇനി വേണമെങ്കിൽ പെണ്ണ് വേണ്ട, ഞാൻ ഈ ഫോട്ടോയിൽ തന്നെ താലി കെട്ടി ഭാര്യയാക്കിക്കൊള്ളാന്ന് DK പറഞ്ഞാലും അതിൽ അത്ഭുതമില്ല. പരിഹസിച്ചതാണെങ്കിലും താരേച്ചി പറഞ്ഞതിൽ കാര്യമുണ്ട് മായേച്ചി. പരസ്പരം കാണാതെയും സംസാരിക്കാതെയും അവരെങ്ങനെ കല്യാണം കഴിക്കും? ഓക്കെ, സെലക്ട് ചെയ്താലും അതിന് ജാനകി കൂടെ സമ്മതിക്കണ്ടേ? ബുദ്ധിയുള്ള പെൺകുട്ടികളൊന്നും അത് സമ്മതിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അതിനൊക്കെ വഴിയുണ്ട്. അവർ തമ്മിൽ പരസ്പരം കണ്ടുമുട്ടുന്ന രീതിയിൽ ഇനി കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം. ഇങ്ങനെ മണ്ടത്തരം പറയല്ലേ മായച്ചി. ഫോട്ടോയിൽ കണ്ട ആളെ പരിചയമില്ലാത്തോണ്ട് ആദ്യം കാണുമ്പോ തന്നെ DK അവളോട് ചോദിക്കുന്നത് എന്തായിരിക്കും എന്നറിയോ? ഹു ആർ യു, വാട്ട് യു വാണ്ട് എന്നായിരിക്കും. അതോടെ ആ പെണ്ണ് ഈ തലയ്ക്ക് സ്ഥിരതയില്ലാത്തവന് വേണ്ടെന്ന് പറഞ്ഞ് ഓടി രക്ഷപ്പെടാൻ ചെയ്യും. അതിനേക്കാൾ നല്ലത് നമ്മൾ ഈ ഫോട്ടോ മാറ്റിവെച്ചിട്ട് പകരം DK സെലക്ട് ചെയ്തത് സിത്താരയാണെന്ന് പറയും. എന്തു പറയുന്നു? കൊള്ളാൻ നിന്റെ ബുദ്ധി. പക്ഷേ അത് അതിബുദ്ധിയായിപ്പോയി. DKയ്ക്ക് ഒരു വധുവിനെ തീരുമാനിക്കാൻ അമ്മ നമ്മളെ ഏൽപ്പിച്ചത് നമ്മളിലുള്ള വിശ്വാസം കൊണ്ടാണ്. ആ വിശ്വാസം നശിപ്പിക്കാനാണ് നീ ഈ നിർബന്ധിക്കുന്നത്. അത് നടക്കില്ല താരെ, നടക്കാൻ പാടില്ല. ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യണോന്ന് എനിക്കറിയാം. രണ്ടുപേരും എന്റെ കൂടെ നിന്നാ മതി.
നാളെ റെസ്റ്റോറന്റിൽ വെച്ച് ഡികെയും ജാനകിയും തമ്മിൽ കാണണം. അവർ തമ്മിൽ സംസാരിക്കാനും പരസ്പരം മനസ്സിലാക്കാനും ഉള്ള അവസരം നമ്മൾ ഉണ്ടാക്കണം. ഞാൻ പറഞ്ഞത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. ഇത്രയ്ക്ക് വാശി പിടിക്കാൻ ആ സിത്താര ഇവളുടെ ആരാ? താരേച്ചിക്ക് ആ പെണ്ണിനെ അങ്ങ് പിടിച്ചുപോയി. അത് തന്നെ കാര്യം. പണ്ടേ വാശിക്കാരിയാണല്ലോ. അത് സാരമില്ല, അവളുടെ വാശിയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം. പക്ഷെ എനിക്കൊരു സംശയമുണ്ട് മായിച്ചി. നമ്മൾ പ്ലാൻ ചെയ്ത കൂടിക്കാഴ്ച എന്തെങ്കിലും കാരണം കൊണ്ട് നമ്മുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി സംഭവിച്ച ഡികെയുടെ പെരുമാറ്റവും പ്രകൃതവും ഒക്കെ കാണുമ്പോ ആ ജാനകി ഇതിൽ നിന്ന് പിന്മാറിയാലോന്നാ എന്റെ പേടി. അങ്ങനെ വന്നാ നമുക്ക് സിത്താരയിലേക്ക് മാറി ചിന്തിക്കേണ്ടി വരും. പക്ഷെ എന്റെ മനസ്സ് പറയുന്നു അങ്ങനെ ഒന്നും സംഭവിക്കില്ലെന്ന്. നീ ധൈര്യമായിട്ടിരിക്കും, എല്ലാം ശുഭമായി തന്നെ അവസാനിക്കും. എനിക്ക് ധൈര്യത്തിനൊന്നും ഒരു കുറവുമില്ല. പക്ഷെ വെടിമരുന്നിന് തീ കൊളുത്താൻ പോകുന്നത് താരേച്ചിയാ. കണ്ടറിയാം എന്താ നടക്കാൻ പോകുന്നതെന്ന്. ഇങ്ങനെ നോക്കിയിരിക്കാതെ എന്തെങ്കിലും ഒരു വഴി പറ ഗോകുൽ. സിതാര ഡികെയുടെ ഭാര്യയായി ഈ വീട്ടിലേക്ക് കൊണ്ടുവരണം. ഇവൾ എന്റെ ചോയ്സാ. നിന്റെ ചോയ്സോ? അതിന് നീയാണോ കല്യാണം കഴിക്കാൻ പോകുന്നത്? ദേ താരെ, ഞാൻ നിനക്കൊരു ഉപദേശം തരാം. വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്ത് കുഴപ്പത്തിൽ പോയി ചാടരുത്. അപ്പൊ സിതാര ഒരു മോശം സെലക്ഷൻ എന്നാണോ ഗോകുല് പറയുന്നത്? ആരാണ് മോശം, ആരാണ് നല്ലതെന്ന ചോദ്യങ്ങൾക്കൊന്നും ഇനി ഒരു പ്രസക്തിയുമില്ല. ഡികെ ഒരാളെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. അതിനൊരു മാറ്റം വരുത്താൻ ഇനി നീയായിട്ട് ശ്രമിക്കണ്ട. മനസ്സിലായോ? ഇന്ന് പിടി. ഹലോ താരേജി, എന്തായി? ഡികെക്ക് എന്നെ ഇഷ്ടപ്പെട്ടോ? ഇല്ലടി, നമ്മുടെ നീക്കം പാളി. ഡികെ നിന്റെയോ അവളുടെയോ ഫോട്ടോ ഒന്നും നോക്കിയത് പോലുമില്ല. പിന്നെ എന്തു പറ്റി? ഒരു തീപ്പെട്ടി ഗെയിം. അതിൽ അവസാനം വന്ന ആ ദരിദ്രവാസ പെണ്ണിനെ അയാള് സെലക്ട് ചെയ്തത്. ഡികെയുടെ ഭാര്യയായിട്ട് അമരാവതിയിലേക്ക് വരാനുള്ള എന്റെ ആഗ്രഹം ഇനി നടക്കില്ലേ താരേജി? അങ്ങനെ നിരാശപ്പെടാൻ വരട്ടെ. ഇടയ്ക്ക് വെച്ച് പിന്തിരിഞ്ഞു പോവാനല്ലല്ലോ നമ്മൾ ഈ കളിക്ക് ഇറങ്ങിയത്. ഇനിയും ചില അവസരങ്ങൾ കൂടി ബാക്കിയുണ്ട്. ചേച്ചി അമരാവതിയിൽ ഉണ്ടായിരുന്നിട്ട് ഇതൊന്നും നടന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാ എന്റെ സങ്കടം. നീ സങ്കടപ്പെടണ്ട. അയാളുടെ തീപ്പെട്ടി പടങ്ങളി നമുക്ക് പൊളിക്കണം. എങ്ങനെ? മായച്ചി നാളെ അവരെ തമ്മിൽ കൂട്ടിമുട്ടിക്കാൻ ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഡികെയുടെ റെസ്റ്റോറന്റിൽ വെച്ച് മീറ്റ് ചെയ്യിക്കാനാ പരിപാടി. നാളെ നീയും ആ സമയത്ത് അവിടെ എത്തണം. ആ ജാനകിക്ക് പകരം നിന്നെ ഞാൻ ഡികെയുടെ മുന്നിൽ എത്തിക്കും. അത് കുഴപ്പമാവില്ലേ താരേജി? ഡികെ അവളുടെ ഫോട്ടോ കാണാത്തോണ്ട് നീ മുന്നിൽ ചെന്ന് നിന്നെയാണ് സെലക്ട് ചെയ്തെന്ന് പറഞ്ഞ അയാൾ ഉറപ്പായിട്ടും വിശ്വസിക്കും. അപ്പോ ആ ജാനകി എങ്ങനെ ഹാൻഡിൽ ചെയ്യും? അത് നീ എനിക്ക് വിട്ടേക്ക്, ഞാനത് മാനേജ് ചെയ്തോളാം. ഡികെ വിവാഹം കഴിക്കേണ്ടത് എന്റെ അനിയത്തെ തന്നെയാ, നിന്നെ. അമരാവതി വീടിന്റെ മരുമകളായി എനിക്ക് അമ്മായിയമ്മയായി നീ തന്നെ വേണം വരാൻ. എന്നാലേ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ഈ വീട് നമുക്ക് അടക്കി ഭരിക്കാൻ പറ്റും. ഇപ്പൊ ഈ വീടിന്റെ താക്കോൽ അമ്മായിയുടെ കയ്യിലാ. അതിന്റെ അഹങ്കാരത്തിൽ അവളുടെ നടപ്പ്. അത് അവസാനിപ്പിക്കണം.
അവളെ ഒരു മൂലക്കിരുത്തി അമരാവതി നമ്മൾ ഒരുമിച്ച് ഭരിക്കും. ഓ ശരി മരുമകളെ, ഞാനങ്ങ് വന്നിട്ട് നമുക്കെല്ലാം ശരിയാക്കാം. എന്നാ ശരി അമ്മായിയമ്മേ. നാളെ DK കാണാൻ ആ ജാനകി വരട്ടെ. നടക്കാൻ പോകുന്ന കളി എന്താന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം. ഈശ്വര രക്ഷിക്കണേ. എന്റെ വിഘ്നേശ്വരൻ കാത്തു രക്ഷിക്കണേ. ഇന്നെന്ത് പറ്റി ഇത്ര നേരത്തെ എണീക്കാൻ? നിനക്ക് വേണ്ടിയാ അമ്മയുടെ ഈ പൂജയും പ്രാർത്ഥനയെല്ലാം. ദാ പ്രസാദം. താങ്ക്സ് മമ്മി. എനിക്ക് ഓഡിഷൻ കിട്ടാൻ വേണ്ടിട്ടല്ലേ മമ്മി ഈ പൂജയൊക്കെ നടത്തിയത്. നല്ല മനസ്സോടെ മമ്മി പ്രാർത്ഥിച്ചാ എനിക്കത് കിട്ടും, ഉറപ്പുണ്ട്. പ്രസാദം താ മമ്മി. ആ ചേച്ചി രാവിലെ തന്നെ എഴുന്നേറ്റോ? അതുകൊണ്ട് മമ്മി ഇന്ന് ആദ്യം എനിക്ക് പ്രസാദം തരാൻ പോകുന്നത്. അത് കൊള്ളാം. അമ്മ എന്തെങ്കിലും നോക്കുന്നേ? ചേച്ചിക്ക് പ്രസാദം കൊടുക്കമ്മേ. ആഹാ താ മമ്മി. പ്രസാദം കിട്ടി. ഇനി മമ്മിയുടെ അനുഗ്രഹം കൂടി എനിക്ക് വേണം. നിന്റെ പ്രവൃത്തി കൊണ്ട് മറ്റുള്ളവർ നിന്നെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്താൻ ഞാൻ നിന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കാടി. ഇതെന്താ ഇൻട്രോ ചേച്ചി? ഇത് ഞാൻ തന്നെ റെക്കോർഡ് ചെയ്ത് വെച്ചതാ. എങ്ങനെയുണ്ട്? കൊള്ളാവോ? സൂപ്പർ. ഹലോ, ആ ജാനകി അല്ലേ? ജാനകി? സോറി, റോങ് നമ്പർ. എന്താ നിങ്ങളുടെ പേര്? ജോ അല്ല, ജാനകി. ജാനകി ജാനകി. അയ്യോ, ജാനകി എന്നല്ല ഞാൻ അവരോട് പറഞ്ഞത്. ദൈവമേ, എന്റെ സീത പോയി. അയ്യോ, ഹലോ, മായാണ്. ആരാ സംസാരിക്കുന്നത്? ഞാൻ ജോ അല്ല, ജാനകിയാണ്. ജാനകിയാണ്. അപ്പൊ നേരത്തെ റോങ് നമ്പർ ആണെന്ന് പറഞ്ഞതോ? അത് പിന്നെ വേറൊരു സീരിയൽ കമ്പനിക്കാരൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവര് ശൂർപ്പണകയുടെ വേഷം തരാന്നാ പറഞ്ഞത്. ഞാനത് അഭിനയിക്കില്ലെന്ന് പറഞ്ഞിട്ടും അവരെന്നെ വിടുന്നില്ല. അവരാണെന്ന് കരുതിയാ? സോറി. ഇനി പറയൂ, ഞാൻ എന്താ ചെയ്യണ്ടേ? നീയൊന്നും ചെയ്യണ്ട, അതൊക്കെ ഞങ്ങള് ചെയ്തോളാം. മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ നിന്റെ ഫോട്ടോ കാണേണ്ടവര് കണ്ടു കഴിഞ്ഞു. എന്നിട്ട് അവരെന്ത് പറഞ്ഞു മാഡം? പറയേണ്ടത് തന്നെ പറഞ്ഞു. ഞാൻ രാമന്റെ സീതയായി നിന്നെ സെലക്ട് ചെയ്തു.
എന്താ കാര്യം പറ. എന്താ കാര്യം പറ. എടി ഞാൻ സെലക്ട് ആയി. സീതയുടെ വേഷത്തിന് ഞാൻ സെലക്ട് ആയത്. മമ്മി ചേച്ചി സെലക്ട് ആയിന്ന്. കൺഗ്രാറ്റുലേഷൻ ചേച്ചി. മമ്മിയുടെ പ്രാർത്ഥന ഫലിച്ചു. എന്റെ സ്വപ്നം സത്യമായി. നിന്റെ ഫോൺ. താങ്ക്സ് മമ്മി. ഹലോ, സോറി, ഞാൻ സന്തോഷം കൊണ്ട്. ഓക്കെ. അതെ, എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. എന്താ മാഡം? നാളെ നീ ഒന്നുകൂടി വരേണ്ടി വരും. റിഹേഴ്സലിന് വേണ്ടിയാണോ മാഡം? ഉറപ്പായിട്ടും ഞാൻ വരാം. റിഹേഴ്സലോ? എന്നുവെച്ചാ ഐ മീൻ ശ്രീരാമനോട് എങ്ങനെ ഞാൻ സംസാരിക്കണം, പിന്നെ മറ്റുള്ളവരോട് എങ്ങനെയൊക്കെ പെരുമാറണം, ഇതൊക്കെ പറഞ്ഞു തരാനല്ലേ വരാൻ പറഞ്ഞേ? ഓ അങ്ങനെ. ആ അത് വേണം. പക്ഷേ ആദ്യം നിന്റെ ശ്രീരാമന് നിന്നെ ഒന്ന് പരിചയപ്പെടുത്തണം. അത് കഴിഞ്ഞ് മറ്റുള്ളവരെല്ലാം കാണുകയും പരിചയപ്പെടുകയും ചെയ്യാം. അയ്യോ, മന്ദരെ ശൂർപ്പണകി ഊർമിളയൊക്കെ റിഹേഴ്സലിന് വരുമോ എന്തോ. എന്തായാലും ഞാൻ തന്നെ സീത. ഹലോ, ഓക്കെ മാഡം, ഞാൻ വന്നേക്കാം. വരേണ്ട സ്ഥലവും സമയവും ഞാൻ മെസ്സേജ് ചെയ്യാം. താങ്ക് യു മാഡം, താങ്ക് യു സോ മച്ച്. ബൈ. മായ, ഇത് ഗുഡാണോ? ഞാനല്ലേ അമരാവതിയുടെ മദർ. അപ്പൊ എന്നോട് ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? ഇസ് ഇറ്റ് ട്രൂ? അതിന് ഞാൻ അമ്മയോട് തെറ്റൊന്നും ചെയ്തില്ലല്ലോ. ചെയ്തു. യു ഡു റോങ്. എന്റെ മരുമകളെ ഇതുവരെ എന്നെ പരിചയപ്പെടുത്തിയോ? എന്താ ആദ്യം ഞാൻ അവളെ കാണണ്ടേ? ഐ വാണ്ട് സീ. വേണം, അമ്മ അവളെ കാണുക തന്നെ വേണം. പക്ഷേ അതിനു മുൻപ് DK അവളെ ഒന്ന് കാണണം. അവനല്ലേ ഫോട്ടോ സെലക്ട് ചെയ്യുന്നത്. പിന്നെന്താ കുഴപ്പം? അവൻ ഫോട്ടോയിലേക്ക് നോക്കാത്തത് നമ്മുടെ കുഴപ്പമാണോ? അല്ല, only he is wrong. എടി, അത് അവന്റെ തെറ്റാണെന്ന്. അത് ശരിയാണമ്മേ. പക്ഷേ തീപ്പട്ടിപ്പടം വെച്ച് കളിക്കുന്നത് പോലെ അല്ലല്ലോ കല്യാണം. അതൊക്കെ അവന്റെ ഭ്രാന്ത്. അല്ലാതെന്താ? വാട്ട് ഐ ഡു? നത്തിങ് ഡു. എന്തായാലും ആദ്യം അവര് തമ്മിൽ നേരിട്ടൊന്ന് കാണട്ടെ. DKക്ക് അവളെ തീർച്ചയായും ഇഷ്ടപ്പെടും.